ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കൊയിലാണ്ടിയിലുള്ള ഒരു അറ്റ്ലസ് ജ്വല്ലറിയിൽ പോയ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ തോന്നും ഞാൻ വാങ്ങിച്ച മാലയാണ്. വാങ്ങിയതൊന്നല്ല കേട്ടോ, അവിടെയുള്ള മാല ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇട്ട് നോക്കിയ മാലയാണ്. എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ്. ഇത്രയും ഹെവിയൊന്നും എനിക്ക് ഇത്രയും ഇഷ്ടമൊന്നുമല്ല, എന്നാലും നോക്കി. ഇതാണ് കൊയിലാണ്ടിയിലുള്ള അറ്റ്ലസ് ജ്വല്ലറി. കൊയിലാണ്ടി സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് അറ്റ്ലസ് ജ്വല്ലറി. ഇവിടെ ഞാൻ എൻ്റെ ബ്രേസ്ലെറ്റ് മാറ്റാൻ വേണ്ടി വന്നതായിരുന്നു. ബ്രേസ്ലെറ്റ് കുറച്ചായി വാങ്ങിച്ചിട്ട്. അത് ഇവിടെ തന്നെ വാങ്ങിച്ചതായിരുന്നു. കുറേ കാലം യൂസ് ചെയ്തു. അതിൻ്റെ ഒരു കണ്ണി ചെറുതായി പൊട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് തേഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാലും ഒന്ന് മാറ്റിക്കളയാം, കുറേ കാലമായല്ലോ അതിനെ ഇട്ട് നടക്കുന്നു. അപ്പം പുതിയൊന്ന് മാറ്റിക്കളയാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം ഞാൻ അവിടെയുള്ള കുറേ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓരോന്നിട്ട് നോക്കി. അധികം അധികം ചെറിയ ഡെയിലി യൂസിന് പറ്റുന്ന മാത്രമേ എനിക്ക് വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഡിസൈനും ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാം ഒന്നും എനിക്ക് അങ്ങനത്തെ ഡിസൈൻ ഇഷ്ടമാണ്, എന്നാലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡിസൈനൊന്നും ചൂസ് ചെയ്തില്ല. ഞാൻ പണ്ടത്തെ മോഡൽ സച്ചിൻ ചെയിനിൻ്റെ മോഡലാണ് ബ്രേസ്ലെറ്റ് വാങ്ങിച്ചത്. പിന്നെ അടിയിലെല്ലാം ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ എല്ലാം ഇട്ട് നോക്കിയിട്ട് ലാസ്റ്റ് വാങ്ങിച്ചത് സച്ചിൻ ചെയിനാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ മോഡലുകളൊന്നും ഇട്ട് നോക്കാൻ അവർ ഹെൽപ്പ് ചെയ്തു. ഇട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എല്ലാ ചെയിനുകളും ഒന്ന് ഇട്ട് നോക്കിയതിൽ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതൊന്നും ഡെയിലി യൂസിന് പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ എടുത്തില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കുറേ ഇടയ്ക്കിടെ ഒന്ന് വാങ്ങി വെക്കാം എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം എന്താ റേറ്റില്ലേ. പിന്നെ അവിടെ ഡിസ്പ്ലേയിൽ വെച്ച ചെയിനുകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. നല്ല വെയ്റ്റ്ലെസ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല സിമ്പിൾ ചെയിനുകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനത്തെ ചെയിനുകളൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഒരുപാട് വെഡ്ഡിങ് കളക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് മാലകളുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോസ് എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട്. എത്രയാണ് വെയിറ്റ് എന്നൊന്നും എനിക്കറിഞ്ഞില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. ഈ കാണുന്ന സച്ചിൻ ചെയിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ എടുത്ത്. പിന്നെ എൻ്റെ കൈ പറയുന്നത് വളരെ ചെറിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയതായിട്ടുള്ള വാങ്ങിച്ച് അത് പിന്നെ അയഞ്ഞു വരുമല്ലോ, ലൂസാകുമല്ലോ. അതുകൊണ്ട് ഞാൻ ടൈറ്റായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് കയ്യിലിട്ടില്ലേ, അത് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ ആദ്യം കണ്ട വീഡിയോ ഇതായിരിക്കും. ഇത് ഞാൻ അവിടെയുള്ള ഓർണമെൻറ്റ് സെറ്റ് ഒന്ന് ഇട്ട് നോക്കാൻ എനിക്ക് തന്നു. അങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ആ ഡ്രസ്സിന് ആ ചെയിൻ അങ്ങനെ മാല അങ്ങനെ ചേരുന്നൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. നല്ല ഹെവി ആയിട്ട് നിൽക്കുന്ന കല്യാണ പെണ്ണിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ സാരിയിൽ കല്യാണ ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ സാരിയിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം അതിട്ട് നോക്കാൻ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടോ ആവോ, എനിക്ക് അത്ര വലിയ ഭംഗിയുണ്ട് ഇല്ലയോ എന്ന് അറിയില്ല. പിന്നെ ഞാൻ കുറേ റിങ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. റിങ് കളക്ഷൻസ് ഒന്ന് നോക്കി. നല്ല റിങ് ഉണ്ട്. റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്റ്റോൺ വെച്ച റിങ് ഉണ്ട്. പിന്നെ 18 ക്യാരറ്റിലുള്ള റിങ് ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. എല്ലാ റിങ്ങും കാണുമ്പോൾ വാങ്ങിച്ചാലോ എന്ന് തോന്നിപ്പോൾ. മുന്നേ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മാസം ഓരോ റിങ്ങൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം റേറ്റ് കൂടിയതുകൊണ്ട് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ വാങ്ങിച്ചേനെ. ഞാനങ്ങനെ 2-3 റിങ്ങൊക്കെ ഇട്ട് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഉണ്ടായിരുന്നു. എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പോയാൽ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കുക എന്നുള്ളതല്ലേ നമ്മളൊരു ഹോബി. എല്ലാം വാങ്ങിക്കാൻ പറ്റില്ല, എന്നാലും നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കും. അതൊന്നും അവർക്ക് കുഴപ്പമില്ല, ഇട്ട് നോക്കാൻ തരും. ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാമല്ലോ. പിന്നെ വേറൊരു ദിവസം അതൊക്കെ വാങ്ങിക്കാൻ പറ്റിയായിരിക്കും ഇൻഷാ അല്ലാ.
ഉണ്ട്. ഇതുപോലെയുള്ള ചെയിനുകളൊക്കെ കുറേ അവൈലബിൾ ആണ്. നമുക്ക് വലിയ താലിമാലക്കോ അങ്ങനെ യൂസ് ചെയ്യുന്ന ചെയിനുകളും ഇതാ നല്ല സിമ്പിൾ മോഡലിലുള്ള കുട്ടികൾക്ക് പറ്റിയ ഇതൊക്കെ കുട്ടികൾക്ക് പറ്റിയ ബ്രേസ്ലെറ്റുകളാണ്. സ്റ്റാറും കല്ലും ഒക്കെ വെച്ചിട്ടുള്ള ചെറിയത്. പിന്നെ ഈ മോതിരങ്ങൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ, എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് സ്റ്റോൺ വെച്ച മോതിരങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ സച്ചിൻ ചെയിനില്ലേ, അതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഓൾഡ് സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ക്യാഷ് മാത്രമേ ഇന്ന് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതും കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ എനിക്കൊരു പേഴ്സും 2 ഗ്ലാസും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊയിലാണ്ടിക്കാർക്ക് അറിയാവുന്ന ഏറ്റവും നല്ല കൊയിലാണ്ടിയിൽ വെച്ചിട്ട് ഒരുപാട് തിരക്കുള്ള ഒരു ജ്വല്ലറി തന്നെയാണ് അറ്റ്ലസ് ജ്വല്ലറി. കൊയിലാണ്ടിക്കാർക്ക് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാമല്ലോ. അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും ചെയ്യും. നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അതുപോലെ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത അവിടെയുള്ള എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.